ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രിൻസ്. ഞാനും എൻ്റെ ചാനലും നിങ്ങളോടൊപ്പം. ഇന്നത്തെ വീഡിയോ എൻ്റെ മുന്നേ ഉള്ള വീഡിയോയുടെ ഒരു തുടർച്ചയാണ്. അതായത് വിസ തട്ടിപ്പിൽ പെട്ടുപോയവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പൈസ ഏതെങ്കിലും വിസ ഏജൻസിയിൽ നിങ്ങളുടെ പൈസ ബ്ലോക്ക് ആവുകയോ വർഷങ്ങളോളം അവർ നിങ്ങളായിട്ട് നടത്തിക്കുകയോ തരാം എന്ന് പറഞ്ഞ് പറ്റിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് ഹോൾഡ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള സർവീസ് ചാർജ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ കൺസ്യൂമർ ഫോറത്തിൽ കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. അത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഓൺലൈനായി തന്നെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. അവർ 3 പ്രാവശ്യം അവരെ കോണ്ടാക്ട് ചെയ്യും. അതായത് ആരാണോ നമുക്ക് പൈസ തരാനുള്ള അവരെ കോണ്ടാക്ട് ചെയ്യും. നോർമലി ഒരു സെറ്റിൽമെന്റ് നടക്കും ഇതിനുള്ളിൽ, ഈ 3 കോളിനുള്ളിൽ. ഇനി അഥവാ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സിമിലർ പ്രശ്നം ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ അതിൽ എനിക്ക് കൺസ്യൂമർ കോർട്ടിൽ നിന്ന് വിധിയുണ്ടായി. അതിൻ്റെ എനിക്ക് കിട്ടിയത് ഞാൻ കൊടുത്ത എമൗണ്ട് 90,000 ആണ്. 15,000 എൻ്റെ ബാക്കിയുള്ള ചിലവുകൾക്ക് ആയതും കൂടെ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയായിരുന്നു. അപ്പം നോർമലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പൈസ തിരിച്ചു വാങ്ങാൻ പറ്റും. അത് പറ്റില്ല എന്ന് വിചാരിച്ച് പലരും കൊടുക്കുന്ന കാശ് ഉപേക്ഷിക്കുന്നവരാണ്. അപ്പം അത് ചെയ്യാതിരിക്കുക. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓൺലൈൻ കൺസ്യൂമർ ഫോറത്തിൽ എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കണം എന്നുള്ളത് എൻ്റെ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ വീഡിയോയുടെ ബാക്കിയിൽ ഞാൻ അത് സ്ക്രീൻ റെക്കോർഡിംഗ് സഹിതം കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഇതാണ് ഓൺലൈൻ കൺസ്യൂമർ ഫോറത്തിന്റെ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ കയറി നമ്മൾ ഒന്നുകിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈൻ അപ്പ് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് മാത്രം കംപ്ലൈന്റ് ഫയൽ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എനിക്ക് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുവാണ്. ഒരു OTP ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ OTP ഒന്ന് നോക്കിക്കോട്ടെ. ക്യാപ്ച കുറച്ച് പ്രശ്നമാണ്, അതാണ്. ഇത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് രജിസ്റ്റർ ഗ്രീവൻസ് ഈ സെക്ഷനിലോട്ട് പോവുക. ഇതിൽ കൺസ്യൂമർ ഗ്രീവൻസ് സെക്ഷൻ സെലക്ട് ചെയ്യുക. സർവീസസ്, അതിൽ വിസ, നമ്മൾ ഒരു വിസ പ്രോസസ്സിങ്ങിന് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു സർവീസാണ്. അതുകൊണ്ടാണ് ഞാൻ സർവീസ് സെലക്ട് ചെയ്തത്. ഏത് സിറ്റിയാന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ സിറ്റീസ് പോപ്പുലേറ്റ് ആവുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നോർമലി നമ്മളിവിടെ സിറ്റി കൊടുക്കുമ്പോൾ സിറ്റി പോപ്പുലേറ്റ് ആവും. നമുക്ക് ആ സിറ്റി സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ഒരു വിസ ഇതിന് കൊടുത്തേക്കുന്നതാണെങ്കിൽ ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, എല്ലാത്തിലും നോക്കുക ഇതിലേതെങ്കിലും വിസ സർവീസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ മുന്നേ കൊടുക്കുമ്പോൾ ഏജൻസി സർവീസസ്, മോഡ് ഓഫ് പേയ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ കൊടുക്കുക. നിങ്ങൾ എന്താ ക്യാഷ് ആയിട്ടാണോ ഓൺലൈൻ ആണോ കൊടുത്തത്? കൺസ്യൂമർ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാല്യൂ കൊടുക്കുക. അക്കൗണ്ട് ടൈപ്പ് കമ്പനി ആണോ അതോ പേഴ്സണൽ അക്കൗണ്ടിലോട്ടാണോ സെൻഡ് ചെയ്തത്? ടൈപ്പ് ഓഫ് സർവീസ്, എന്ത് സർവീസാണ് നമുക്ക് തരുന്ന ആ ഒരു കാര്യം. പ്രോഡക്റ്റ് വാല്യൂ, എന്ത് വാല്യൂ ആണ് ആ പ്രോഡക്റ്റിനുള്ളത്,
അതായത് നമ്മൾ എത്ര രൂപയുടെ സർവീസാണ് നമ്മൾ എടുത്തത് ആ എമൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ പൈസ കൊടുത്ത അവരുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഇമെയിൽ, കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുക്കുക. ഗ്രീവൻസ് ഡീറ്റെയിൽസ് കൊടുക്കുക, അതായത് എന്താണ് നമുക്ക് സംഭവിച്ചത് ആ ഡീറ്റെയിൽസ് കൊടുക്കുക. നമുക്ക് എന്താണ് ആവശ്യം, സർവീസ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ റീഫണ്ട് ആണോ? നോർമലി റീഫണ്ട് ആണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. എമൗണ്ട് എത്ര റീഫണ്ട് ആണ്? രജിസ്റ്റേർഡ് നമ്മളെ കമ്പനിക്ക് ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. അതായത് നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ ഈ പറയുന്ന കമ്പനിക്ക് ഓൾറെഡി മെയിൽ അയച്ചേക്കണം. എന്നിട്ട് അതിന്റെ പ്രൂഫുകൾ, നമ്മൾ പേയ്മെന്റ് ചെയ്ത റെസിപ്റ്റിന്റെ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ അത് ഈ വക കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്ത സാധനങ്ങൾ നമുക്ക് പിന്നീട് നമ്മുടെ ഗ്രീവൻസ് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ മുന്നേ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഗ്രീവൻസ് ആണിത്. അപ്പൊ ഇത് എൻ്റെ ഒരു ക്ലയന്റിന് വേണ്ടി ഞാൻ കൊടുത്തതാണ്. അതിന്റെ അപ്ഡേറ്റ്സ് വഴിയെ ഞാൻ അറിയിക്കാം. ഇത് ഇവിടത്തെ അല്ല, ദുബായിലുള്ള ഒരു ഏജൻസിക്കെതിരെ കൊടുത്തതാണ്. നമ്മുടെ നാട്ടില് മലയാളീസിന്റെ ഏജൻസി തന്നെയാണ്, അതുകൊണ്ട് നാട്ടിൽ ഒന്ന് കൊടുത്തന്നേ ഉള്ളൂ. പക്ഷെ ദുബായിലും കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ അറിയിക്കാം. അതുപോലെ ഈ രജിസ്റ്റർ ഗ്രീവൻസ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൊടുക്കുക. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആരെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ്, അതിനെതിരെയും നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ കൺസ്യൂമർ ഗ്രീവൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ഇൻഡസ്ട്രി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏജൻസി സർവീസസ് സെലക്ട് ചെയ്യുക. ഇനി അതെല്ലാം താഴോട്ട് നോക്കുക, വിസ സർവീസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇ കോമേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ. അങ്ങനെ ഓരോ കാര്യത്തിലും ഇതുണ്ട്, ഓരോ കാറ്റഗറി ഉണ്ട്. നമുക്കിതിൽ കൊടുക്കാൻ പറ്റുന്ന രണ്ട് ഇതാണ്. ഒന്ന് ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏജൻസി സർവീസസ്. നമുക്ക് പൊതുവെ ഏജൻസി സർവീസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കാര്യം വിസ ഏജൻസി ആണല്ലോ നമ്മൾ സമീപിക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ വിസ ഏജൻസിക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് അത് കൺസ്യൂമർ കംപ്ലൈന്റ് കൊടുക്കേണ്ട വിധം ഞാനിപ്പോൾ പറഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ എൻ്റെ ചാനലിൻ്റെ താഴെ ഉണ്ട്. എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. എല്ലാവിധ ഹെൽപ്പും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും ഇതിനു വേണ്ടി. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് വേറെ വക്കീലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.